ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഏറ്റവും വേണ്ട സാധനം കറിവേപ്പിൻ്റെ ഇലയാണ്. എല്ലാ കറിക്കും കറിവേപ്പില അത്യാവശ്യം. പക്ഷെ അപ്പോഴേക്കും കറിവേപ്പില കണ്ട ഇങ്ങനെ കേട് വന്ന് പോവുകയാണ്. ഫുള്ളും എന്താ അങ്ങനെ കേട് വന്ന് പോകുന്നു. അപ്പോൾ നല്ലതൊക്കെ പറിച്ച് ബാക്കിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നമുക്ക് സേഫ്റ്റി ആയിട്ട് വെച്ചാൽ അപ്പോഴേക്കൊന്നും ആവില്ല, എന്നാലും കുറച്ച് ദിവസത്തിനെങ്കിലും നമുക്ക് എത്തുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ലതെല്ലാം നോക്കിയിട്ട് എടുത്ത് വയ്ക്കുക. എല്ലാം പ്രാണികളെ നശിപ്പിച്ചിട്ട് ഇവിടെ മാത്രമല്ല എല്ലാവിടെയും ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടുകാരിൻ്റെ അടുത്തും തന്നെയാണ്. വാങ്ങിയത് നമുക്ക് ഉപയോഗിക്കാൻ തോന്നുന്നുമില്ല. ഇത് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ വിഷമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതന്നെ ഉപയോഗിക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്ത് വയ്ക്കട്ടെ. അപ്പം ഞാൻ കറിവേപ്പിലേക്ക് ഇതാ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞെട്ടി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞെട്ടിയോടുകൂടി ഇടുന്നതാണ് എനിക്കിഷ്ടം. നല്ലവണ്ണം വെള്ളം തുടച്ച് അങ്ങനെ വെച്ചാൽ കുറേ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ബോട്ടിലൊന്നുമല്ല, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ തന്നെ ഇട്ട് വയ്ക്കുന്നത്. കണ്ടെയ്നർ ഇതാണ് കേട്ടോ. അതിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച് കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിലും ടിഷ്യൂ പേപ്പർ അടിയിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ദിവസം കേടുകൂടാതെ. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൽ വയ്ക്കണം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സെൻറ്ററിലൊന്നും വയ്ക്കാൻ പറ്റില്ല. സൈഡ് ഡോറിൽ വെച്ചാൽ കുറേ ഉപയോഗിക്കാം. ഇപ്പം നാട്ടിൽ ഓണമൊക്കെ ആയി വരുന്ന പ്രാവശ്യം ആർക്കും ഓണം ആഘോഷമൊന്നും ഇല്ലല്ലോ, വയനാട് ദുരന്തം കാരണം കൊണ്ട്. അതിൻ്റെ മേലെ ഇതേപോലെ ഒരു ടിഷ്യൂം കൂടി വെച്ചിട്ട് നമ്മൾ വെച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കും കേട്ടോ. മരത്തിനെ നിർത്തി എന്താ അറിയോ, നമുക്കതിനൊക്കെ പുഴു വന്ന് പിന്നെ ബാക്കിയുള്ളതിനെയും കൂടി തിന്ന് നശിപ്പിക്കും. അത് നമുക്കിങ്ങനെ ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ